ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ ഭാര്യയ്ക്ക് പൊതുവേ മൂഡ് ഔട്ടായിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ അവൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കിച്ചണിൽ കുറച്ച് നിറയെ അധികം പണിയുണ്ടായിരുന്നു ഗൈസ് ഇന്ന്. അതുകൊണ്ട് ആ പണികൾ, പാത്രങ്ങൾ റെഡിയാക്കുന്ന കാര്യങ്ങളും പാത്രങ്ങൾ അറേഞ്ച് ചെയ്യുന്നതും ക്ലീനിങ്ങും എല്ലാമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവൾ ആൾറെഡി തലേദിവസം തന്നെ പറഞ്ഞായിരുന്നു ഇന്നത്തെ പ്ലാൻ പനീർ ഉണ്ടാക്കിയിട്ട് നൈറ്റ് വന്നിട്ട് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാനുള്ളൊരു പ്ലാനും കൂടി ഉണ്ട്. ഇപ്പോൾ കാണുന്നത് നിങ്ങളൊന്ന് കോഫി ഉണ്ടാക്കാനുള്ള പരിപാടിക്കുള്ള കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പനീറിലോട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ. അവൾ വന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഈ സമയത്ത് വീട്ടിലുണ്ട്, പക്ഷേ എഴുന്നേറ്റിട്ടില്ല. അതുകൊണ്ട് ഈ മൽപ്പിടുത്തങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ട് ഞാൻ കണ്ടില്ല. ഇപ്പോൾ വീഡിയോ കാണുമ്പോഴാണ് എത്രയും ഇത് കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഇത് നെല്ലിക്ക, നമ്മുടെ അരി നെല്ലിക്ക എന്ന് പറയും. നമ്മുടെ അച്ചാറിടാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അച്ചാറിടലും പനീർ ഉണ്ടാക്കലും എല്ലാം മോർണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇടയിൽ നമ്മുടെ മകൾ ട്രോഫി എഴുന്നേറ്റ് സൗണ്ട് കേട്ടിട്ട് ഭാര്യ ഓടി വന്നു. ഇതിപ്പോൾ എനിക്ക് വന്നിട്ട് ഓഫീസിൽ പോകാനുള്ള ഡ്രസ്സ് എടുത്ത് വയ്ക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അമ്മ ഇന്നുണ്ടാക്കിയത് ആപ്പമായിരുന്നു. മറ്റേ കടയിൽ കിട്ടുന്ന പോലത്തെ നല്ല അടിപൊളി ആപ്പം എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ആപ്പം ഈസ് ഫാർ ബെറ്റർ. നമുക്ക് എങ്ങനെയായാലും അടിപൊളിയാണ് കഴിക്കാൻ. ഗൈസ്, ഇതാ കഴിച്ച് കഴിഞ്ഞ് ഞാൻ പോയി ഓഫീസിലോട്ട്. ഞാൻ എൻ്റെ പറക്കും തളകി എടുത്തിട്ട് ഞാൻ ഇതേ പറക്കുന്നു ഗൈസ്. ഓഫീസിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി ഉച്ചയ്ക്കായിരിക്കും ഗൈസ് വരുന്നത്. അപ്പോൾ ഏകദേശം 9:30 സമയമായിട്ടുണ്ടാവും. 9:30 to 8 ആണ് എൻ്റെ ഓഫീസ് ടൈം. അത് കഴിഞ്ഞ് ഞാൻ പോയതിന് ശേഷം അവളുടെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം. ഇന്ന് പിന്നെ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്ന തിരക്കും അച്ചാർ ഉണ്ടാക്കുന്ന തിരക്കൊക്കെയാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഗൈസ് ഈവനിങ് ആയി. ഞാൻ പറഞ്ഞല്ലോ, പൊതുവേ വന്നിട്ട് മൂഡ് ഔട്ടായ ദിവസമാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചെറിയ ചെക്കപ്പ് കഴിഞ്ഞ് വരുന്ന വഴിയിൽ ഞാൻ അവൾക്ക് വേണ്ടി ഗുപ്ത സ്വീറ്റ്സ് എന്ന് പറഞ്ഞ സ്വീറ്റ്സിൽ കയറി. രസമലായി എന്ന് പറയും. രസമലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബദാം മിൽക്കും അതിനൊപ്പം തന്നെ പാൽ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഇതാണ് രസമലായി എന്ന് പറയുക. അത് പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, വന്ന് കഴിച്ച് നോക്കിയാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത് വന്നിട്ട് ഗുപ്ത സ്വീറ്റ്സ് ആണ്. നമ്മുടെ തിരുപ്പൂരിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്വീറ്റ്സ് കിട്ടുന്ന ഷോപ്പാണ്. നമ്മളവിടെ വന്നിട്ട് നമ്മൾ പൊതുവെ ഫംഗ്ഷനിലെല്ലാത്തിനും വന്നിട്ട് മിക്സഡ് സ്വീറ്റ്സും എല്ലാം നമ്മൾ അവിടെ നിന്നാണ് വാങ്ങാറ്. ഇതാണ് ഗൈസ് രസമലായി. ലൈക്ക് സ്വീറ്റാണ്, ബട്ട് നോട്ട് ഹെവി സ്വീറ്റ്. അത് കഴിഞ്ഞിട്ട് ഗൈസ് നമ്മളവിടെ ട്രൈ ചെയ്തത് ദൈപൂരി എന്ന് പറയും. ദൈപൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈര് ഒഴിച്ചിട്ടുള്ള കുറച്ച് സംഭവമാണ് ഗൈസ്. പക്ഷേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തൈര് പോലത്തെ തൈരല്ല, ഒരു വെറൈറ്റി തൈരാണ്. കണ്ടോ, എൻ്റെ ഭാര്യ മിഴുങ്ങിയ വായിലിട്ട് അതേ സ്പോട്ടിൽ സാധനം ഉള്ളിൽ പോയി. അത്രയും സ്മൂത്താണ്, അത്രയും ടേസ്റ്റിയാണ്, ജ്യൂസിയാണ്. ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഗൈസ്. നിങ്ങൾക്ക് അവിടെ നമ്മുടെ നാട്ടിലൊന്നും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എല്ലാ കടകളിലും കിട്ടില്ല. അത് കുറച്ച് കടകളിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ വൺ ടൈം എപ്പോഴെങ്കിലും വന്നിട്ട് നിങ്ങൾക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യണം. പക്ഷേ ഗുപ്ത സ്വീറ്റ്സിലെ ദൈപൂരി പോലെ ഉണ്ടാവുമോ എന്ന് എനിക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ട് എത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പാർസൽ വാങ്ങി വീട്ടിലോട്ട് പോകുകയാണ് ഗൈസ്. വീട്ടിലെല്ലാവർക്കും ഷെയർ ചെയ്യുക.